മകരവിളക്കിന് ശബരിമലയിൽ തിരക്കേറുന്ന സാഹചര്യത്തിൽ മകരജ്യോതി ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണം ദേവസ്വം ബോർഡ് നിയന്ത്രിച്ചു. കൂടുതൽ ഭക്തർ ഒരേ സമയം എത്താതിരിക്കാൻ ഇടത്താവളങ്ങളിൽ ഭക്തരെ നിയന്ത്രിച്ചു. കടപ്പാട്ടൂരിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകരുടെ വാഹനങ്ങൾ തടഞ്ഞു. 7ഓളം വാഹനങ്ങളാണ് പോലീസ് തടഞ്ഞിട്ടത്. ഇതോടെ തീർത്ഥാടകരും പോലീസും തമ്മിൽ വാക്കേറ്റമായി. சாமி நாங்க 48 நாள் விருந்தம் இருந்து வரோம். எல்லா வண்டி விட்டுட்டு நிப்பாட்ட நாங்க பெரிய வழியில் போனோம். 6 மணிக்கு க்ளோஸ் பண்ணிடுங்க. நாங்க எப்படி பெரிய அதுக்காக 48 பேர் விருந்தம் இருந்து வரோம். எங்க நிப்பாட்ட நாங்க எப்படி போறது? 48 நாள் சபரிமலைக்கு வந்து பக்தியோடு வந்து போகணும் இல்லையா? 6 மணிக்கு பெரிய வழியில் நிப்பாட்டாங்க. நாங்க எப்படி போறது சொல்லுங்க. ஐப்பு கொடுத்தீங்கன்னா நீங்க கேரளாக்கு வந்தா இது மாதிரி தான் மரியாதை பண்றதா? ഡിവൈഎസ്പി അടക്കം സ്ഥലത്തെത്തി തീർത്ഥാടകരുമായി സംസാരിച്ചു. നമുക്ക് അവിടെ നല്ല രീതിയിലുള്ള ആള് കൂടി നിൽക്കുകയാണ് സന്നിധാനത്തിൽ. അവിടെ നിന്നുള്ള കുറച്ച് ആൾ താഴോട്ട് ഇറങ്ങണം. അതുകൊണ്ട് ആ ഒരു ബ്ലോക്ക് ഇപ്പോൾ നമുക്ക് അവിടെ എല്ലാവർക്കും എന്താ വേണ്ടത്? അവിടെ സന്നിധാനത്ത് പോകണം, മകരവിളക്ക് കാണണം. അത് തന്നെയല്ലേ പറയുന്നത്? ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ വിഷയത്തിൽ അകത്ത് സന്നിധാനത്ത് നിൽക്കുന്ന ആളുകൾ ഇറങ്ങി വന്നാൽ മാത്രമേ നമ്മൾ കുറേ വണ്ടികൾ ഫ്രീ ആവുള്ളൂ. വാഹനങ്ങൾ തടയുന്നില്ലെന്നും നിയന്ത്രിതമായി മാത്രമേ യാത്ര അനുവദിക്കാൻ കഴിയുള്ളൂവെന്നും അധികൃതർ പറഞ്ഞു. വഴിയിൽ പലയിടത്തും വാഹനങ്ങൾ പിടിച്ചു നിർത്തി തിരക്ക് കുറയുന്നതനുസരിച്ച് യാത്ര തുടരാൻ അനുവദിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലാ.